ജന്മന സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച ഒരു വ്യക്തി. എന്നാൽ അദ്ദേഹം നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് തൻ്റെ ജീവിതത്തോട് പോരാടി ഇന്നൊരു സിനിമാ സംവിധായകനായി മാറിയിരിക്കുകയാണ്. കാലിലൊരു മുള്ളു കൊണ്ടാൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തലമുറയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമായി ഇപ്പോൾ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു ജീവിതമാണ്. എന്തായാലും അദ്ദേഹം മോഹങ്ങൾ ഉപേക്ഷിക്കാതെ ഒരു സിനിമാ സംവിധായകനായി അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുമായി രാകേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തി തൻ്റെ ശരീരത്തെ ബാധിച്ച സെറിബ്രൽ പാൾസി എന്ന രോഗത്തോട് പൊരുതി മനസ്സുറപ്പിച്ച ഇടത്തേക്കുള്ള രാകേഷ് കൃഷ്ണൻ കൂരാംബാല എന്ന ചെറുപ്പക്കാരൻ്റെ യാത്ര കളം അറ്റ് 24 എന്ന സിനിമയിലാണ് അവസാനിച്ചത്. ആ സിനിമ വലിയ രീതിയിലുള്ള പ്രശംസയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ അത് ഇറങ്ങിയപ്പോൾ തന്നെ പുറത്തു വന്നതാണ്. ശാരീരികമായ പരിമിതികളെ മാനസികോർജ്ജത്താലും പ്രതീക്ഷകളുടെ ആഗ്രഹങ്ങളുടെയും കരുത്തിനാലും മറികടന്നാണ് തൻ്റെ ആദ്യ സംവിധാന സംരംഭവുമായി ഈ പന്തളം സ്വദേശിയുടെ വരവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടവരെല്ലാം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള സി സ്പേസിൽ 16-ാം തീയതി റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ സിനിമ ഇപ്പോൾ സി സ്പേസിൽ വളരെ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ അതിനകത്ത് ഇപ്പോൾ വളരെയധികം നിരൂപക പ്രശംസ നേടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അത് കാണാനായി ആ സിനിമ കാണാനായി സി സ്പേസ് എന്ന് പറയുന്ന സർക്കാർ പ്ലാറ്റ്ഫോമിൽ പ്രേക്ഷകർക്ക് കയറിയാൽ സാധിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.